ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. അതും പൂർണ്ണമായിട്ടും തെറ്റാണ്. അല്ലെങ്കിൽ നിങ്ങൾ പറയാം ഇസ്ലാമിലെ ആദ്യത്തെ യുദ്ധം എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്ന സാധനമാണ് ബദർ യുദ്ധം. ഞാൻ അങ്ങനെ വിളിക്കാറില്ല, ബദർ കൊള്ള എന്ന് വിളിക്കാറുള്ളൂ. ബദർ യുദ്ധമാണ് എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയില്ല എന്ന് ഞാൻ വെല്ലുവിളിക്കുകയാണ്. കാരണം ഈ ബദർ യുദ്ധം നടക്കുന്നതിന് മുന്നേ 3-4 തവണ മക്കയിൽ നിന്നും ഷാമിലേക്ക് കച്ചവട ആവശ്യത്തിന് പോകുന്ന ആളുകളെ, എന്തിനു പോകുന്ന കച്ചവട ആവശ്യത്തിന് പോകുന്ന ആളുകളെയാണ് പതിയിരുന്നിട്ട് ആക്രമിക്കാൻ പദ്ധതി ഇട്ടത് ആര്? മുഹമ്മദ് നബിയും കൂട്ടാളികളും. അങ്ങനെയാണ് അവർ ആക്രമിച്ചിട്ട് അവരെ കീഴ്പ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നത്. അവർ കച്ചവടത്തിന് പോവാണ്, ഇതാണ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ കച്ചവട സാധനങ്ങളുമായിട്ട് പോകുന്ന ആളുകളെ കൊള്ളയടിക്കുക എന്ന ഉദ്ദേശമായിരുന്നു ബദറിന്റെ പിന്നിലുണ്ടായിരുന്നത്. ഇനി അതുകൂടാതെ മറ്റു പല യുദ്ധങ്ങളും നമുക്ക് കാണാം. അതിലെല്ലാം നമുക്ക് കാണാൻ പറ്റുന്ന കോമൺ ഫാക്ടർ കൊള്ള മുതലുകൾ എടുക്കുക, അത് 5-1 പടച്ചോന് കൊടുക്കുക, ബാക്കി വീതിച്ചെടുക്കുക. ഇതാണ് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ടുണ്ടായിരുന്നത്. ഇനി ഞാൻ ഫാസ്റ്റായിട്ട് പറയാം, 2 മിനിറ്റ് പറയാം. അതായത് ബദർ കൊള്ള എന്ന് പറയുന്നത്, ബദർ എങ്ങനെ കൊള്ളയാ വന്നത്? അവിടെ നിന്ന് ഇവിടെ വന്ന് നടക്കുന്ന യുദ്ധത്തില് ബദർ കൊള്ളയെന്നാവുന്ന ആ യുദ്ധം തന്നെയാണ്. അവർ 313 അവർ 1000 പേര് ഘടാഘടിയന്മാരെ ആൾക്കാർ അത് കൊള്ള ചെയ്യുമോ? അപ്പോഴേ ആൾക്കാർ കണ്ടറിയാം ഇത് മുസ്ലിം ആർമി തോക്കുന്ന പറയാം. അങ്ങനെ ഉള്ളപ്പോഴാണ് വയസ്സായ ആൾക്കാരും എല്ലാം റിട്ടയർമെന്റ് ഏജിലുള്ള പ്രവാചകനും അബൂബക്കറും എല്ലാം പോയി നിൽക്കുന്നത്. അതിനകത്ത് അങ്ങനെ കൊള്ള വന്നത്. പിന്നെ ഇതിന് മുമ്പ് 3 പേര് അറ്റംപ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാല് അതെന്തിനാന്ന് വെച്ചാല് അവര് പുറത്താക്കി, മക്കയിൽ നിന്ന് ഇവരെ പുറത്താക്കി. ഇവർ സ്വത്തും കാര്യങ്ങളെല്ലാം അവിടെ കിടക്കുകയാണ്. അപ്പം അതിന് ഒരു എക്കണോമിക് സാങ്ഷൻ എന്നൊക്കെ പറയുന്ന ഒരു ടാക്ടിക്സ്, അത് ഞങ്ങൾ പുറത്താക്കാൻ പറ്റത്തില്ല, ഞങ്ങൾ തിരിച്ചെടുക്കണം എന്ന് പറയുന്നുണ്ട്. അവരുടെ കച്ചവട സാധനങ്ങൾ ഇവരെ വഴി പോകുമ്പോഴത്തേക്ക് അത് പോയി പിടിക്കുക എന്നുള്ളതാണ്. അതിന് അവർക്കെതിരെ ഒരു പ്രഷർ കൊടുക്കുക എന്നുള്ളത്, ഞങ്ങൾക്ക് വിട്ടു തരണം, അല്ലെ ഞങ്ങൾ തിരിച്ചവിടെ എടുക്കണം, നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളത്. കൊള്ളയല്ല, കൊള്ളയാണെങ്കിൽ അവിടെ പോയി എല്ലാ കച്ചവട ആൾക്കാരെയും കൊള്ളയാണായിരുന്നു. അവിടെ പോയി മറ്റാൾക്കാരും പിടിച്ചില്ല. ഈ ഖുറൈശിന്റെ സാധനങ്ങൾ പോകുമ്പോൾ മാത്രമാണ് അത് അറ്റംപ്റ്റ് ചെയ്തത്. അതായത് ഒരു എക്കണോമിക് സാങ്ഷൻ എന്നൊക്കെ പറയുന്ന പോലെ പിടിച്ചു വെക്കുന്നത്. ചരക്കപ്പല്ലോ യുദ്ധം നടന്നു കഴിഞ്ഞാൽ ആ പാത്തിൽ കൂടെ പോകുന്ന കപ്പലിൽ പിടിച്ചു വെക്കും ആര്? പല രാജ്യങ്ങളും ഇപ്പൊ ഹൂത്തികൾ എന്നൊക്കെ പറയുന്നില്ല, യുദ്ധം നടക്കുമ്പോൾ അവിടെ സാധനങ്ങൾ അവിടെ പോകാതെ അവർ കൺട്രോളിൽ പിടിച്ചു വെച്ചേക്കും. അവരെല്ലാരും ചെയ്ത് ഇത് കുറേശ്ശികളെ മാത്രമാണ്, വേറെ എത്രയോ കച്ചവട സംഘങ്ങൾ അവിടെ പോയി, അവരെന്നും പിടിച്ചിട്ടില്ല. ഇത് യുദ്ധത്തിന് ഇത് തന്നു കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം, ഞങ്ങൾ അവിടെ നിന്ന് പുറത്താക്കി, ഞങ്ങൾ സ്വത്തുക്കളൊക്കെ അവിടെ കിടപ്പുണ്ട്, അതിന് പ്രഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തത്. അത് കൊള്ളയല്ല, അത്രേ ഉള്ളൂ. അല്ല, അതിപ്പോ നിലവിലും നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഇപ്പൊ US പോലെയുള്ള പ്രത്യേകിച്ച് US പോലത്തെ ഉള്ള രാജ്യങ്ങളൊക്കെ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അവർക്ക് ഇറാനായിട്ട് യുദ്ധം പോലും ഇല്ല. ഇറാനായിട്ട് ഇസ്രായേൽ ഇങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കണ ഓരോരോ ഇഷ്യൂ വെച്ചിട്ട് ഇറാൻ അവരുടെ ഒരു സ്ഥിരം എതിരാളി എന്നുള്ള രീതിയിൽ ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറാന്റെ കുറെ ഡോളർ ഡിനോമിനേറ്റഡ് ആയിട്ടുള്ള കുറെ അക്കൗണ്ട്സ് US ഫ്രീസ് ചെയ്തിട്ടുണ്ട്. ഒരു 8 ബില്യണോളം $US ഇറാന്റെ അവർ ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം നടന്ന് ഉള്ള കേസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റഷ്യക്കാർക്ക് യാതൊരു രീതിയിലുള്ള ഇറാനെതിരെ സാങ്ഷൻസ് ഉണ്ട്. പിന്നെ റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയതിന് ശേഷം റഷ്യയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഈ എണ്ണക്കപ്പലെല്ലാം ഇവര് സാങ്ഷൻ ചെയ്ത് വെച്ചേക്കുന്നത്. റഷ്യക്ക് യാതൊരു രീതിയിലുള്ള കമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻസും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ USA സാങ്ഷൻസ് ചെയ്തു വെച്ചിട്ടുണ്ട്. അതൊക്കെ കൊള്ളയെന്നും പറഞ്ഞുകൊണ്ട് ഇയാള് ആദ്യം അത് തീർക്കാൻ നോക്കി. ഇപ്പൊ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളല്ലേ അത്. ഈ 1400 കൊല്ലം മുമ്പ് നടന്ന കാര്യം എനിക്ക് പറഞ്ഞിട്ട് ഏതായാലും മാറ്റാൻ പറ്റില്ല ഇയാൾക്ക്. അപ്പൊ എന്നാ ഇപ്പൊ ഇയാൾക്ക് ഇതൊക്കെ ഒരു പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അയാൾ അത് നിർത്താം, അതിനെതിരെ സംസാരിച്ച് തുടങ്ങാൻ നോക്കും. അതൊന്നും ചെയ്യൂല. അപ്പൊ ഇയാൾക്ക് ഈ പറഞ്ഞതാണ്, ഇയാൾക്ക് ഇസ്ലാമിൽ എന്തെങ്കിലും നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എങ്ങനെ വന്നാലും അത് ചീത്തയാണ്. അത് കാരണം കൊണ്ട് അതിനെ എതിർക്കുക. അല്ലാണ്ട് ബാക്കിയുള്ള രീതിയിലുള്ള യുക്തിപരമായിട്ടുള്ള ചിന്തകളോ അല്ലെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ എതിർക്കാവുന്നോ അല്ലെന്നുണ്ടെങ്കിൽ നാടിന് എന്തെങ്കിലും രീതിയിൽ നന്മ വരുന്ന കാര്യങ്ങൾ പറയാനുള്ള രീതിയിലൊന്നും ഇയാളുടെ ബുദ്ധിയിൽ ഉദിക്കൂല. ബുദ്ധി എന്ന് പറയുന്നത് ആലങ്കാരികമായിട്ട് പറയണതാണ്. ആ ഒരു അവയവത്തിന് അങ്ങനെ ഒരു പേരായി പോയി എന്നുള്ളത് കൊണ്ട് ഉപയോഗിക്കണമെന്ന് മാത്രം. അല്ലാണ്ട് ആരിഫ് ഹുസൈന്റെ ബുദ്ധി എന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ വെള്ളവും ഇത് മാത്രമേ ഉള്ളൂ എന്നുള്ളത് നമുക്കറിയാം. എനിവേ, അല്ല ഈ വിഷയത്തിൽ ഒന്നും പറയാനില്ല. കോവേഷൻ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് നിങ്ങൾക്ക് മ്യൂസിയങ്ങളിൽ പോയാൽ കിട്ടുന്ന മുഹമ്മദ് നബി എഴുതിയ കത്ത് അവിടെ കാണാൻ കഴിയും. അവർ എഴുതുകയാണ് ഒമാൻ രാജാവിന് അല്ലെങ്കിൽ ഈജിപ്തിലേക്കൊക്കെ കത്ത് എഴുതിയിട്ട് എന്താണ് എഴുതി വെച്ചിരിക്കുന്നത്? ഇതേ എന്റെ പടയാളികൾ കുതിരപ്പട്ടാളമുണ്ട്, നിങ്ങൾ തൗഹീദ് സ്വീകരിച്ച് ഇസ്ലാമിലേക്ക് വരിക, ഇല്ലെങ്കിൽ ഞങ്ങൾ പണി തുടങ്ങും എന്നാണ് ആ കത്ത്. എന്താ അതിന്റെ അർത്ഥം? അത് സമാധാനത്തിലേക്കുള്ള ക്ഷണമാണോ? അത് എനിക്ക് അറിയില്ല കേട്ടോ. നീ സമാധാനത്തിന് അർത്ഥം മാറ്റിയോ എന്ന് എനിക്ക് ഇത് ഓൾറെഡി നമ്മൾ കണ്ടുള്ള മുഖേഷ് രാജാവ് അതെല്ലാം നമ്മൾ പറഞ്ഞാണ്. അതിനകത്തൊന്നും അങ്ങനെ ഇല്ല. അവർ ഇസ്ലാമിനോട് ക്ഷണിച്ചിട്ട് പറയും, നിങ്ങളുടെ ആൾക്കാരെയും കൊണ്ട് ഇസ്ലാമിലാവണം, അല്ലെങ്കിൽ ആ ബേർഡൻ കൂടെ നിങ്ങളുടെ തലയിൽ വരും. അതായത് ഒരു ഭരണാധികാരിക്ക് സബ്ജക്റ്റിന് അയാളുടെ സിറ്റിസൻസിനുള്ള ഉത്തരവാദിത്തം കൂടെ ഭരണാധികാരിക്കുണ്ട്. അപ്പൊ നിങ്ങൾ അതും കൂടെ ചുമക്കേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ ഇസ്ലാം ആവുക, അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിന്റെ ഒരു സംരക്ഷണം നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ ഒരു ലെറ്റർ കൊണ്ടുപോയി കയറിയാണ് ബൈസന്റെ മോത്ത യുദ്ധമൊക്കെ നടക്കുന്നത്. മറ്റേ മുഖൈഖീസ് രാജാവ് സമ്മാനമൊക്കെ കൊടുത്തു വിടുന്ന ഇതാണ്.
ഇതൊക്കെ ചുമ്മാതാണ്, അങ്ങനെയൊന്നുമില്ല. പിന്നെ 5-1 നേരത്തെ പറഞ്ഞായിരുന്നു, 5-1 ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. സ്പോയിൽസ് ഓഫ് വാർ ജയിക്കുന്നവർക്കാണ്. അത് ഇന്നത്തെയും മിലിറ്ററി മാനുവലിൽ, എല്ലാ മോഡേൺ മിലിറ്ററി മാനുവലിൽ അത് തന്നെയാണ് റൂള്. ആരാണ് ജയിക്കുന്നത് അവർക്കാണ് ജയിക്കുന്നതിന്റെ ആ മുതൽ കിട്ടുക, സ്പോയിൽസ് ഓഫ് വാർ എന്ന് പറയുന്നത്. അത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല, ഇത്രയേ ഉള്ളൂ ഇതിനകത്ത്. അതുകൂടാതെ പറഞ്ഞു, ഇസ്ലാമിന്റെ സമാധാനത്തിൽ ഏറ്റവും പരമമായ ലക്ഷ്യം മതസ്വാതന്ത്ര്യം ഉറപ്പാക്കുക എന്നുള്ളതാണ്. പൂർണ്ണമായിട്ടും തെറ്റാണ്. ഈ മക്ക വിജയം, ആ സമയത്ത് മക്കയിലേക്ക് കടന്നു വന്നുകൊണ്ട് കഅബ പിടിച്ചടക്കുന്ന സമയത്ത് അതിനകത്ത് 360ഓളം വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. അത് സ്വന്തം കയ്യിലുണ്ടായിരുന്ന വടിയെടുത്ത് തല്ലി പൊട്ടിച്ചിട്ട് 2-3 പൊട്ടിച്ച് കാണിച്ചു കൊടുത്തു അനുചരന്മാർക്ക്. ഇനി ഇതേപോലെ ബാക്കിയുള്ളതും മര്യാദയ്ക്ക് പൊട്ടിക്കണ എന്ന് പറഞ്ഞ് അവരെ ഏൽപ്പിച്ചിട്ടാണ് അവിടുന്ന് ബാക്കി കാര്യങ്ങൾ ചെയ്തു തീർത്തത്. എന്ന് വെച്ചാൽ മതസ്വാതന്ത്ര്യമില്ല. വിഗ്രഹങ്ങളെ തച്ചുടച്ച് പള്ളികൾ ആക്കി മാറ്റി അമ്പലങ്ങൾ കുത്തിപ്പൊളിച്ച് തന്നെയാണ് ഇസ്ലാം പ്രചരിച്ചിട്ടുള്ളൂ. മതസ്വാതന്ത്ര്യം പള്ളിക്കകത്ത് തന്നെ വെച്ച് ഒറ്റ പിന്നത് തീർക്കാം. മതസ്വാതന്ത്ര്യം പള്ളിക്കകത്ത് വെച്ച് തന്നെ വിഗ്രഹങ്ങൾ വെക്കണമെന്നുണ്ട്. അതൊരു മുസ്ലിം പള്ളിയാണ്. അതിനകത്ത് അവർ കൊണ്ട് വെച്ചു, അത് ഇല്ലാതാക്കി, അത്രേ ഉള്ളൂ. അതുമല്ല, അന്നത്തെ ആൾക്കാർ എല്ലാവരും മുസ്ലിമായി മാറി. ഏകദേശം എല്ലാവരും മുസ്ലിങ്ങളായത്, വിഗ്രഹം അതിൽ ആരാധിച്ചിരുന്ന ആൾക്കാർ ഇസ്ലാമിലോട്ട് വന്നു. അതിനാണ് തച്ചുടച്ചത്. അതിനകത്ത് ഇബ്രാഹിം നബി ഉണ്ടായിരുന്ന ആലോചിക്കുക. സ്വന്തം പിതൃവ്യനായ ആ വംശപരമ്പരയിലാണ് വരുന്നത്. ഇബ്രാഹിം നബിയെ വളരെ ഇതായിട്ട് ഖുർആൻ എടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ ഇബ്രാഹിം നബിയുടെ അതിനകത്ത് ഐഡൽസ് ഉണ്ട്, അതും തട്ടിക്കളഞ്ഞു. അതുകൊണ്ട് ഇത് വേറൊരു മതം എന്ന് പറയരുത്. അവരുടെ സ്വന്തം ആൾക്കാർ തന്നെയാണ് എല്ലാവരും അതിനകത്തുള്ളത്, പലരും ആരും പുറത്തൊക്കെ കൊണ്ടുവന്നതൊക്കെ. അപ്പം ഒരു പള്ളിയായിരുന്നു, അതിനകത്ത് ഒരു കുറച്ച് വിഗ്രഹങ്ങൾ വെച്ചു, അത് ഇല്ലാതാക്കി. അത് എപ്പോഴാക്കിയത്? അവരെല്ലാം മുസ്ലിം ആയതിനു ശേഷം. അതുകൊണ്ട് അമ്പലം പൊളിച്ചെന്ന് പറയുകയാണെങ്കിൽ ബാബർ മസ്ജിദ് പൊളിച്ചതിനെ കുറിച്ച് പറയണം ആരിഫ്. അത് പറയുമോ? ഒരു പള്ളിയെ കൺമുമ്പിൽ നീതിന്യായ വ്യവസ്ഥയും ലോകത്തിന് സാക്ഷി നിർത്തി പൊളിച്ചിട്ട് ആ സംഘത്തില് ആ ഇതിൽപ്പെട്ട് അവരെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മരമണ്ടനാണ് ഇത് പറയുന്നത്, ഉളുപ്പില്ലാത്തവനാണ് ഇത് പറയുന്നതെന്ന് കൂടെ ആലോചിക്കുക. അല്ല, ഇതിപ്പോ ഒരു അമ്പലം പോലെയുള്ള ഒരു സ്ഥലമുണ്ട് വിചാരിക്കാം. അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ ആദ്യം ഹിന്ദുക്കളായിരുന്നു. പിന്നീട് അവരെന്ത് ചെയ്യും? പിന്നെ ഈ വിഗ്രഹാരാധനയ്ക്ക് എതിരായിട്ട് മാറുകയും ഇപ്പം അങ്ങനെ മാറിക്കഴിഞ്ഞാൽ അവര് തന്നെ ആ വിഗ്രഹങ്ങളൊക്കെ എടുത്ത് ഒഴിവാക്കുന്നതിൽ എന്താണ് തെറ്റ് പറയാൻ പറ്റും? ഒരു തെറ്റും പറയാൻ പറ്റില്ല. അതേപോലെ തന്നെ മക്കയിൽ ഉണ്ടായിരുന്ന ആളുകൾ മൊത്തത്തിൽ ഇസ്ലാമിലേക്ക് കടന്നു വരികയും ആ ഒരു സന്ദർഭത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഈ വിഗ്രഹങ്ങളും എല്ലാം പൊളിക്കുന്നതും. അതൊക്കെ ഈ പറഞ്ഞ ആളുകളൊക്കെ തന്നെ ആയിരുന്നു അന്നും ആ ഒരു വിഗ്രഹത്തെ ആരാധിച്ചിരുന്നത്. അവരൊക്കെ എന്തായി? ആ വിഗ്രഹാരാധന ഒഴിവാക്കി. ഇപ്പൊ ഉദാഹരണത്തിന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ഉണ്ടായിരുന്ന ചില ആളുകൾ എന്ത് ചെയ്യുന്നു? ഇതിന്റെ ഉള്ളിൽ ചില വിഗ്രഹങ്ങൾ വെച്ചിരുന്നു. ഇവർ ഇസ്ലാമിലേക്ക് കടന്നു വന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? ഇവര് തന്നെ വന്നിട്ട് ഈ വിഗ്രഹങ്ങൾ എടുത്തു കൊണ്ടുപോകുന്ന ഒരു സന്ദർഭം ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. എന്തായാലും റെഫറൻസ് ഇപ്പൊ കയ്യിലില്ല, പോകാൻ ഇരിക്കുന്നു. വേറെ ആരെങ്കിലും ആഡ് ചെയ്യണ്ടോ? അജ്മലോ സദീർ? ഇല്ല, അതേപോലെ പിന്നെ ജിസിയ എന്ന് പറയുന്ന ഒരു സാധനം നിങ്ങൾ പറഞ്ഞല്ലോ, സമാധാനം. ഒരു വ്യക്തിക്ക് സമാധാനം ഉണ്ടായാൽ സമൂഹത്തിന് മൊത്തം സമാധാനം എന്നാണ് പറഞ്ഞത്. അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്താ ചെയ്തത്? ഈ പറയുന്ന ജൂതന്മാരായിട്ടുള്ള ക്രിസ്ത്യാനികൾ വാട്ടി ഓടിച്ചു എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. അതുകൂടാതെ അവരുടെ മേലെ ജിസിയ എന്ന് പറയുന്ന ഒരു ടാക്സ് ഏർപ്പെടുത്തി. പ്രൊട്ടക്ഷൻ ടാക്സ് എന്നാണ് പറയാം. സംഗതി അത് പ്രൊട്ടക്ഷൻ ടാക്സ് ഒന്നല്ല, അത് ഹ്യൂമിലിയേഷൻ ടാക്സ് എന്നാണ് നമ്മളതിനെ വിളിക്കുന്നത്. കാരണം ആ ടാക്സ് കൊടുക്കുന്ന സമയത്ത് എന്താണ് അവനോട് ചെയ്യണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നത്? അവന്റെ മുഖത്തേക്ക് തുപ്പണം, അവൻ ആട്ടണം, അവനെ പുച്ഛിച്ചുകൊണ്ടിരിക്കണം. എന്തിനു വേണ്ടിയിട്ട്? ഇങ്ങനെ ജിസിയ കൊടുത്ത് രണ്ടാം കിട പൗരന്മാരായിട്ട് ഇസ്ലാമിക രാജ്യത്ത് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് കലിമ ചൊല്ലി മുസ്ലിമായി സക്കാത്ത് കൊടുക്കുന്നതാണ് എന്ന തോന്നൽ അവന് ഓരോ നിമിഷം ഉണ്ടാക്കണം എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇതാണ് ഇസ്ലാമിന്റെ സമാധാനം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതുപോലെ പറയുന്നത് അബദ്ധാണ്. അതായത് അവിടുന്ന് അടിച്ചു ഓടിച്ചു, അതിനുശേഷം ഇത് ജിസി. ഈ അടിച്ചു ഓടിച്ച ആൾക്കാരെ എങ്ങനെ ജിസി വാങ്ങാന്ന് അള്ളാഹു. അതാണ് പോയിന്റ്. അടിച്ചോടിച്ചിട്ട് ദിശ വാങ്ങിക്കുന്നത്. ഇത് മണ്ടനാന്ന് പറയുന്നതാണ് റീസൺ. ഇങ്ങനെ കുറെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ അത് നോട്ട് ചെയ്ത് വെച്ചിരുന്നു. എവിടെ നേരത്തെ 9-5 പറയും, എവിടെ കണ്ടാലും കൊന്നു കളയണം, പിന്നെ നാടും കടത്തണം. ഇത് രണ്ടും കൂടെ എങ്ങനെ നടക്കുന്നത്? നാട് കൊന്നുകളെ എങ്ങനെ നാട് കടത്താൻ പറ്റും? ഇങ്ങനെയുള്ള വൈദ്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. ഇങ്ങനെ ആട്ടി ഓടിച്ചിട്ട് ജിസിയ വാങ്ങിക്കണം, ആട്ടി ഓടിച്ചാൽ ജിസിയ വാങ്ങിക്കുന്നത് എങ്ങനെ? ജിസിയ നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു. യുദ്ധത്തിന് വരുന്നവരെ വന്നു കഴിഞ്ഞ് വരുമ്പോ അവർ ഞാൻ യുദ്ധത്തിന് പിന്മാറുക അല്ലെങ്കിൽ ഞങ്ങൾ സറണ്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പോഴും മേടിക്കുന്നതാണ് ജിസിയ. എല്ലാവരുടെ അടുത്തും വാങ്ങിയിട്ടില്ല, എല്ലാ നോൺ മുസ്ലിംസിനോടും അല്ല, യുദ്ധത്തിന് വരുന്ന ആൾക്കാരായിട്ട് മാത്രമാണ്. അതിന് തുപ്പണം ഇതിനൊന്നുമില്ല. മക്കയിലുള്ള ആൾക്കാർ, മദീനയിലുള്ള ജൂതന്മാരുടെ നിന്ന് ജിസിയ വാങ്ങിച്ചിട്ടില്ല. അതുമല്ല, അത് ഒരു മാനുഷിക പരിഗണനയാണ്, വേറെ ആരും ചെയ്യാത്തത്. യുദ്ധം ജയിച്ചു കഴിഞ്ഞാൽ ഉടനെ കൊല്ലുക എന്നുള്ളതായിരുന്നു എല്ലാവരും ചെയ്തിട്ടുള്ളത്. ഇസ്ലാം അതിനൊരു മോഡിഫൈ ചെയ്തിട്ട് മാനുഷികമായ ഒരു തരത്തിലേക്ക് അതിനെ ഡീൽ ചെയ്തിട്ടാണ് ജിസിയ വാങ്ങിച്ചത്. അവർ ആ രാജ്യത്തെ പൗരന്മാരെന്നുള്ള രീതിയിലാണ്. അത്രേ ഉള്ളൂ. അവർക്ക് അവരുടെ മതസ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്, അവരനുസരിച്ച് ജീവിക്കുകയും ചെയ്യാം. അതിലെന്റെ അർത്ഥം. മതത്തിൽ നിർബന്ധം ഇല്ല എന്നുള്ളതിന്റെ തെളിവല്ലേ ഇത്? അതെ, മദീന കരാർ വെച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആവശ്യം അജ്മല് പറയുന്നു.
ഞാൻ അടിച്ചോടിച്ചിട്ട് ജിസ് കഴിച്ച ഗൂഗിൾ പേ വഴി ആയിരിക്കാം. ഓക്കെ, ഞാൻ വേറെ കാര്യം, അതായത് ജിസിയ എന്ന് പറയുമ്പോൾ ടാക്സ് ആണ്. അതായത് മുസ്ലിങ്ങൾക്ക് സക്കാത്തുണ്ട്, അപ്പോൾ അതേപോലെ അവർക്ക് ജിസിയ ഉണ്ട് എന്നുള്ളതാണ്. അപ്പം ഒരു രാജ്യത്തിന്റെ നിലനിൽപ്പ് എന്ന് പറയുമ്പോൾ ടാക്സും കൂടിയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ അതിൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ടാക്സ് ആണ്, ജിസിയാണ് മുസ്ലിങ്ങൾക്ക് എന്നുള്ളതാണ്. അത് നമുക്ക് ഏകദേശം എല്ലാ കൺട്രികളിലും അങ്ങനെ തന്നെയാണ് വരുന്നത്. പിന്നെ നമ്മുടെ ഇന്ത്യയിൽ പോലുള്ള രാജ്യങ്ങളിലും ടാക്സ് ഉണ്ട്, എല്ലാ രാജ്യങ്ങളിലും ടാക്സ് ഉണ്ട്. ഇനി ഇവർ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളുണ്ടല്ലോ, അതായത് അമേരിക്ക പോലെ, അതുപോലെ തന്നെ ജൂതരാഷ്ട്രങ്ങൾ പോലെയൊക്കെയുള്ള ഇസ്രായേൽ, ജൂതരാഷ്ട്രം പോലെയുള്ളതൊക്കെ രാജ്യങ്ങളിൽ എന്താണ് അത് അവർ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളിലും ടാക്സ് ഉണ്ട്. അപ്പം അത് പിന്നെ ടാക്സ് എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന്റെ അടിസ്ഥാനപരമായ കാര്യമാണ്. അപ്പൊ അത് മോശമാണെന്ന് പറയുകയാണെങ്കിൽ ഇന്ത്യ മേടിക്കുന്ന ടാക്സും ഒരു ഹ്യൂമിലിയേഷൻ ആണ് എന്ന് തന്നെ പറയേണ്ടി വരും എന്നുള്ളതാണ്. സബീർ അല്ല, അത് ഇപ്പൊ ഈ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചരിത്രപരമായിട്ടും ഈ പറഞ്ഞ ഇപ്പോഴും ഇപ്പൊ ഈ ഇസ്രായേൽ പലസ്തീൻ പ്രശ്നങ്ങളിലുള്ള ഉണ്ടായിരുന്നതിന് ശേഷം ഈ കുറെ ഓർത്തഡോക്സ് ജൂതന്മാരായിട്ടുള്ള റാബായിമാരൊക്കെ പറയുന്നുണ്ട്, ഇസ്ലാമിക ഭരണം തിരിച്ചു വന്നാലാണ് ജൂതന്മാർക്ക് രക്ഷകളെന്ന് എന്ന് പറഞ്ഞിട്ട് നടക്കണ അവരുടെ പണ്ഡിതന്മാരുണ്ട്. അതൊക്കെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഈ ഓട്ടോമാൻ സുൽത്താനേറ്റിൽ, ഓട്ടോമാൻ ഖിലാഫത്തിന്റെ സമയത്തൊക്കെ ഈ യൂറോപ്പിൽ, അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ യൂറോപ്പിന്റെ ആ ഒരു ഭൂപരിധിയിലുള്ള കുറെ രാജ്യങ്ങൾ, അന്നൊക്കെ രാജാക്കന്മാരായിരുന്നു, മറ്റേ സ്റ്റേറ്റുകളൊന്നും ഉണ്ടായിരുന്നില്ല, രാജഭരണമായിരുന്നു അവിടെ. അപ്പൊ ഇപ്പൊ യൂറോപ്പ് എന്ന് പറയുന്ന ആ ഭൂപരിധിയിലുള്ള കുറെ രാജ്യങ്ങളിലൊക്കെ ക്രിസ്ത്യൻ രാജാക്കന്മാരുടെ ഭരണമായിരുന്നു. അവിടെ ഈ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജൂതന്മാര് യേശുക്രിസ്തുവിനെ കൊല്ലാൻ ശ്രമിച്ചാണെന്നുണ്ടെങ്കിൽ കൊന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് അവർക്കെതിരെ ഭയങ്കര പീഡനമായിരുന്നു. ഇവരെല്ലാം രക്ഷപ്പെട്ടു പോകുന്നത് അല്ലെന്നുണ്ടെങ്കിൽ ഇവരുടെ ഫസ്റ്റ് ചോയ്സ് അവിടുന്ന് വിട്ടിട്ടുണ്ടെന്ന്, അല്ലെങ്കിൽ അവിടുന്ന് വിട്ടെന്നല്ല, അവിടുന്ന് അവരെ അടിച്ചു പുറത്താക്കുന്ന സമയത്ത് എപ്പോഴും ഇവര് നിരന്തരമായിട്ട് പോയിക്കൊണ്ടിരുന്നിരുന്ന ഓട്ടോമൻ സുൽത്താനേറ്റിലെ ഖിലാഫത്തിലേക്കായിരുന്നു. അപ്പൊ അവിടെ ഇവർക്ക് സംരക്ഷണം ഉണ്ട് എന്ന് അവർക്ക് ഉറപ്പുള്ളത് കാരണം കൊണ്ടാണ് തന്നെയല്ല ഓട്ടോമൻ സുൽത്താൻ അല്ലെങ്കിൽ ഓട്ടോമൻ ഖലീഫ അവരെ ക്ഷണിക്കാറുണ്ടായിരുന്നു. എന്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ 16-ാം നൂറ്റാണ്ടിൽ ഇതേമാരത്തെ രണ്ടോ മൂന്നോ അവസരങ്ങളിൽ ഇതേമാരെ യൂറോപ്പിൽ ഇതേമാരെ ജൂതന്മാർക്കെതിരെ കുറെ ആ കാലഘട്ടത്തിലാണ് അവരുടെ റെനൈസൻസും സയൻസും കാത്തലിക് ചർച്ചും തമ്മിലുള്ള കുറെ ഉടക്കൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവർ ഈ പറഞ്ഞ ജൂതന്മാർക്കെതിരെ വൻ പരാക്രമമായിരുന്നു. അപ്പൊ ഈ പറഞ്ഞത് അതൊക്കെ കണ്ടിട്ട് ഓട്ടോമൻ സുൽത്താനാണ് ജൂതന്മാരെ ക്ഷണിക്കുന്നത് ഓട്ടോമൻ സുൽത്താനേറ്റിലേക്ക് എന്നിട്ട് ചെയ്ത് വന്നിട്ട്. അപ്പൊ അവർക്ക് ഈ പറഞ്ഞ ഇഷ്യൂ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാത്തിനും അവരുടെ കയ്യിൽ നിന്ന്, അപ്പൊ അവര് സോറി. അപ്പൊ അതൊക്കെ ചരിത്രപരമായിട്ട് വിവരമില്ലാത്തതിന്റെ പ്രശ്നങ്ങളാണ്. പൊതുവെ വിവരമില്ലാത്തതിന്റെ, അതിൻ്റെ ഉള്ളിൽ ചരിത്രത്തിനെ കുറിച്ച് വിവരമില്ല എന്നുള്ള കാര്യത്തില് ആണ് ആരിഫിനൊക്കെ ഈ പ്രശ്നം പറ്റുന്നത്. തന്നെയല്ല ഈ നേരത്തെ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിന്റെ ഉള്ളിൽ ജെറൂസലം പിടിച്ചെടുത്തപ്പോ 80 ജൂത കുടുംബങ്ങളെ അവിടെ താമസിപ്പിക്കാനുള്ള ഒരു ഇത് ചെയ്തപ്പോ ജൂതന്മാര് അത് 80 കൂടുതൽ പേര് വന്നു. അതായത് ക്രിസ്ത്യൻ ഭരണത്തിന്റെ അടിയിൽ ഉണ്ടായിരുന്ന ജെറൂസലേമിന്റെ ഉള്ളിൽ ഒരൊറ്റ ജൂതൻ പോലും ജെറൂസലേമിൽ ഉണ്ടായിരുന്നില്ല. അവരെല്ലാം ഒന്നിലെന്നുണ്ടെങ്കിൽ ആട്ടിപ്പാച്ച്, അല്ലെന്നുണ്ടെങ്കിൽ വെട്ടിക്കൊന്ന് നശിപ്പിച്ചേക്കണ ഒരു വംശഹത്യ ചെയ്തേക്കണ ഒരു അവസ്ഥയിൽ ഇരിക്കുന്ന സമയത്താണ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിന്റെ അടിയിൽ ജെറൂസലം പിടിച്ചെടുക്കുന്നത്. ആ കാലഘട്ടത്തില് 80ഓളം ജൂതൻ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് 80ഓളം ജൂത കുടുംബങ്ങളെ അവിടെ താമസിപ്പിക്കണമെന്നാണ്. പക്ഷെ അതിൽ കൂടുതൽ കയറി എന്നുള്ളതാണ് എന്റെ ഓർമ്മ. അപ്പൊ ഈ പറഞ്ഞ ദൂതന്മാർക്ക് ഇത് മാത്രം, കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചുറ്റുവട്ടത്തിൽ ആ കാലഘട്ടത്തിൽ നടന്നു എന്ന് പറയുന്ന കാര്യങ്ങളാണ് ഇപ്പൊ ആരിഫ് പറയണത്. അപ്പൊ അവിടെ നിന്ന് അറേബ്യൻ പെനിൻസുലയിൽ നിന്ന് ജൂതന്മാരെയൊക്കെ പുറത്താക്കി എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് അറിയാണ്ടാണ് ഇവർ വന്ന് ജെറൂസലേമില് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ക്ഷണം സ്വീകരിച്ച് താമസിക്കാൻ പറ്റുന്നത്. അവർക്ക് എത്ര വിവരമില്ലാത്ത ടീംസ് ആയിരുന്നു, ഇതൊന്നും അറിയാൻ പാടില്ലാത്ത ആൾക്കാരായിരുന്നു. കാരണം ഇത് ഈ ചൂഷണം ക്രിസ്ത്യാനികളിൽ നിന്ന് നേരിട്ട് ആട്ടിപ്പാച്ചു വിട്ടേക്കുന്ന ടീംസാണ് തിരിച്ചു വന്നത്. അപ്പൊ അവർക്ക് സ്വാഭാവികമായിട്ടും ഒരു അനുഭവത്തിൽ നിന്ന് പഠിച്ചത് കാരണം കൊണ്ട് സ്വാഭാവികമായിട്ടും ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ തിരിച്ചു വരും? ഇല്ല, തിരിച്ചു വരില്ല. അപ്പൊ അവർക്ക് അറിയാൻ പാടില്ലാത്ത കാര്യം, അവരെ ബാധിക്കാത്ത കാര്യം ഇപ്പൊ ആരിഫ് ഹുസൈൻ എവിടെ നിന്ന് കിട്ടിയെന്നുള്ള ചോദ്യമാണ് അതിന്റെ ഫസ്റ്റ് ആരിഫ് ഹുസൈൻ പറയേണ്ടത്. പിന്നെ ഈ പറഞ്ഞോളം എനിവേ കൂടുതൽ പുള്ളിനെ കുറിച്ച് പറയാണ്ടിരിക്കലായിരിക്കും നല്ലത്. ഏതായാലും വിവരക്കേടിന്റെ ഉത്തമ ഒരു ഉദാഹരണമായിട്ട് നിൽക്കുന്ന ആരിഫ് ഹുസൈൻ അങ്ങനെയൊക്കെ പറഞ്ഞില്ലെങ്കിൽ അത്ഭുതമുണ്ട്.